അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെൻറ്റർ എൻ്റർപ്രൈസേഴ്സിൻ്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നു. അക്ഷയ ഈ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ ഐശ്വര്യമാണെന്നും അതിനാൽ ഇതിന് നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. സംസ്ഥാനത്തെ അക്ഷയ സെൻറ്റർ നടത്തിപ്പുകാരുടെ കൂട്ടായ്മയാണ് ഫോറം ഓഫ് അക്ഷയ സെൻറ്റർ എൻ്റർപ്രൈസേഴ്സ് അഥവാ ഫേസ് എന്ന സംഘടന. ഫേസിൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് കോട്ടയത്ത് ചേർന്നത്. 14 ജില്ലകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 22 വർഷമായി ജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ നൽകി വരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ ഐശ്വര്യമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. അതിനാൽ ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കൊരു അപേക്ഷ ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ, സർക്കാരിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ, മറ്റേതെങ്കിലും രൂപത്തിലുള്ള സഹായം കിട്ടണമെങ്കിൽ എല്ലാം അക്ഷയ കേന്ദ്രത്തെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. അക്ഷയ കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളുകളും അത് വളരെ പോസിറ്റീവായി എടുക്കുകയും നിങ്ങളതെല്ലാം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് അക്ഷയയുടെ ട്രേഡ് മാർക്ക് ഇന്ന് കേരളത്തിൽ വളരെ രൂപത്തിൽ ഉയർന്ന് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമത്തിൻ്റെ ഒരു പരിരക്ഷ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. മരണപ്പെട്ട 2 അക്ഷയ സംരംഭകരുടെ കുടുംബങ്ങൾക്ക് അക്ഷയ കെയർ കുടുംബസഹായനിധി വിതരണം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AP പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ നിശാന്ത് CY സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കൈരളി ന്യൂസ്, കോട്ടയം.